ഇറാനിലെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അതുമായി ബന്ധപ്പെട്ട് വലിയ ഊർജ്ജ പ്രതിസന്ധി ലോകമെമ്പാടുമുണ്ട്. ഈ സമയത്ത് റഷ്യയിൽ നിന്ന് പുറപ്പെട്ട ഒരു കപ്പൽ, ചൈനയെ ലക്ഷ്യമാക്കി വന്നിരുന്ന കപ്പൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ റഷ്യ അവരുടെ മുടങ്ങിക്കിടന്നിരുന്ന പല പരിപാടികളും പുനരാരംഭിച്ചു. അതായത് അവർക്ക് ഈ അന്താരാഷ്ട്ര ഉപരോധം ഉള്ളതുകൊണ്ട് എണ്ണക്കച്ചവടമൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ കോളടിച്ചത് വാസ്തവത്തിൽ ഇപ്പോൾ റഷ്യക്കാണോ? അതിലേക്ക് വരുമ്പോൾ ഞാൻ കാര്യം പറയും. കപ്പൽ പുറപ്പെട്ട് കഴിഞ്ഞു, ഇന്ത്യയെ ലക്ഷ്യമാക്കി അത് കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുക. യുദ്ധക്കപ്പലല്ല, പേടിക്കേണ്ട, ഓയിൽ ടാങ്കറാണ്. ബാൾട്ടിക് തീരത്ത് നിന്ന് എണ്ണ നിറച്ച ഒരു കപ്പൽ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിന് തൊട്ടടുത്ത് വന്ന് നിർത്തും, നങ്കൂരമിടും. അതായത് മംഗലാപുരം തീരത്ത് അത് വന്ന് നങ്കൂരമിട്ടും. സാധനം എന്താണെന്നറിയാമോ? ഈ കപ്പൽ നിറയെ വളരെ രഹസ്യമാണ്. ഇപ്പൊ ഏറ്റവും അധികം വിലമതിക്കുന്ന ഒരു സാധനം LPG അല്ല, എണ്ണയാണ്. ക്രൂഡ് ഓയിൽ, ബ്രന്റ് ഓയിൽ, അതാണ് വന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് മനസ്സിലായോ? കാര്യം മറ്റൊന്നുമല്ല, ഈ ചൈനയ്ക്ക് അടിയന്തരമായിട്ട് കൊടുക്കാൻ പോയ എണ്ണയാണിത്. നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞു, പുടിനോടെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ചെറു അത്യാവശ്യമുണ്ട്, ആളുകൾ കിടന്ന ബഹളമാണ്. ഞങ്ങളുടെ സ്റ്റോക്ക് 2 മാസം കൂടെ ഉണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ 2 മാസത്തെ സ്റ്റോക്ക് വെച്ചുകൊണ്ട് അത് സുരക്ഷിതമെന്ന് വിചാരിക്കുന്ന ആളല്ല. ഞങ്ങൾക്ക് ഇനി ഒരു 2 മാസത്തേക്കുള്ളത് വേണം. മണ്ടൻ ട്രംപിൻ്റെ യുദ്ധം നീണ്ടുപോവുകയാണ്. പുടിൻ അപ്പം തന്നെ സൗത്ത് ചൈന സീയുടെ തീരം വരെ എത്തിയിരുന്ന അക്വാമറീൻ എന്ന് പറയുന്ന ഈ കപ്പൽ കപ്പിത്താനോടെ വിളിച്ചു പറഞ്ഞു, നേരെ തിരിച്ചു വിടൂ, ഇന്ത്യക്ക് കൊടുക്കൂ, ഇന്ത്യയിലേക്ക് പോകൂ. അങ്ങനെ ഇന്ത്യൻ ഷിപ്പിംഗ് മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളിപ്പം മുംബൈ മുന്ദ്ര തുറമുഖം, അതുപോലെ തന്നെ നവസേവ തുറമുഖം, അവിടെ എല്ലാം കപ്പൽ കുന്നുകൂടി കിടക്കുകയാണ്. ഏത് അങ്ങോട്ട് പോകാനുള്ള കപ്പലുകൾ അവിടെ നങ്കൂരമിട്ട് കിടക്കുക. അവിടെ ഒന്നും സ്ഥലമില്ല. ആകെ സ്ഥലമുള്ളത് നമ്മുടെ മംഗലാപുരത്താണ്. നിങ്ങൾ അങ്ങോട്ട് വിട്ടോളൂ എന്ന് പറയും. 21-ാം തീയതി, അതായത് മുന്നേക്ക് 3-ാം ദിവസം, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ 3-ാം ദിവസം അവിടെ എത്തും. എത്രയാണെന്നറിയും? 30,000 ബാരൽ ബ്രന്റ് ക്രൂഡ് ഓയിലുമായിട്ടാണ് എത്തുന്നത്. അത് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളെ ഉദ്ദേശിച്ച. ബാക്കി മുംബൈക്ക് വരാനുള്ളതൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞു. ഗുജറാത്തിന് വരാനുള്ളതും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വരാനുള്ളതെല്ലാം വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ കേരള തീരത്തന്നായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും അടുപ്പിച്ച് നിർത്താൻ പറയുകയില്ല. അതങ്ങനെയായിരിക്കും വിതരണം. കാരണം അതിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് നോക്കുമ്പോൾ, അതിൻ്റെ ചിലവ് നോക്കുമ്പോൾ അത് തന്നെയായിരിക്കും ശരിയായൊരു തീരുമാനം. അപ്പോൾ ഈ ഒരു ഉദാഹരണം, ഇതൊരു സൂക്ഷ്മമായ സത്യം. ഈ സ്ഥൂലമായ ഒരു സത്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ യുദ്ധം, ട്രംപ് എന്ന് പറയുന്ന മണ്ടൻ ഇറങ്ങി പുറപ്പെട്ട യുദ്ധത്തിൽ അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ പിടിച്ച ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീരവാദങ്ങൾ പറയും ഇതുപോലൊരു നാശം ഇന്നുവരെ ഇസ്രായേലിനുണ്ടായിട്ടില്ല. അതുപോലുള്ള നാശങ്ങൾ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരന്മാരും പുത്രിമാരും താമസിക്കുന്ന ഗൾഫിൽ അതിഭയങ്കരമായ ഡാമേജാണ് കണ്ടിരിക്കുന്നത്. അവിടെ അഡ്നോക്ക് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ എണ്ണ സംഭരണശാല അടച്ചുപൂട്ടിയിരിക്കുന്നു. ഫുജിറോയിലെ എണ്ണ സംഭരണശാല അടച്ചുപൂട്ടിയിരിക്കുന്നു. UAE ഇപ്പോഴും, UAE എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന 7 രാഷ്ട്രങ്ങളുടെ ഒരു എമിറേറ്റുകളുടെ ഒരു ഭരണകൂടം ഉള്ള സ്ഥലം. ആ സ്ഥലത്ത് ഇപ്പോൾ തീ കത്തിപ്പടർന്നു. ഒരിടത്തും മിസൈൽ ആക്രമണങ്ങൾ വളരെ ശക്തമായിട്ട് തുടരുന്നു. അവരുടെ സൈനിക സുരക്ഷാ മേധാവിയുടെ വധത്തെ തുടർന്നു. അങ്ങനെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും അങ്കലാപ്പിലാണ്. GCC രാഷ്ട്രങ്ങൾ മുഴുവൻ അങ്കലാപ്പിലും പേടിയിലുമാണ്. ഒരിക്കലും ഈ ഭീതി, ഇപ്പോൾ കുവൈറ്റ് യുദ്ധത്തിൻ്റെ കാലത്ത്, കുവൈറ്റ് അല്ല, ഇറാഖ് യുദ്ധത്തിൻ്റെ കാലത്ത് കുവൈറ്റിന്, അതിന് തൊട്ട് മുമ്പ് കുവൈറ്റിന് നേരെ ചില ആക്രമണങ്ങൾ നടന്നു. ഒരു പേടിയുണ്ടായി. സ്കെയർ ഒറ്റ ദിവസം കൊണ്ട് മാറി. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന്. ഇതങ്ങനല്ല, വ്യാപകമായിട്ട് എസ്കലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് നിർബന്ധിതമായ ഒരു അവസ്ഥ ഉണ്ടായല്ലോ. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് പല രാജ്യങ്ങൾക്കും വിലക്കുണ്ടായിരുന്നത് കുറെ ഇളവുകളൊക്കെ പ്രഖ്യാപിക്കുക. ഇപ്പൊ ഇന്ത്യക്ക് പോലും 1 മാസത്തെ സാവകാശ ആ കാര്യത്തിൽ നൽകിയിട്ടുമുണ്ട്. അപ്പൊ ട്രംപിന് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ വന്ന് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പക്ഷേ എനിക്കൊന്ന് ഈ പച്ചവെള്ളം, ഇത് പച്ചവെള്ളം കുടിക്കണോ, ചവച്ചരച്ച് കുടിക്കുന്ന പോലെ കുടിക്കുകയാണ് ഈ കാര്യത്തിൽ. സംഭവം എന്തുവെന്നറിയാമോ? ഞാൻ ഈ വാർത്ത വായിച്ചിരുന്നു. ഇന്ത്യ റഷ്യയുമായിട്ട് ചർച്ച നടത്തുന്നു എണ്ണ ഇറക്കുമതിക്ക്. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കാലം കഴിയുമ്പോഴാണ് ട്രംപ് നിങ്ങൾ വാങ്ങിച്ചു. അല്ലാതെ രക്ഷയില്ലെന്നറിയാം. ഇന്ത്യ വാങ്ങിക്കും, അയാൾക്ക് നാണക്കേടാവും എന്നറിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്ന പോലെയാണ് ട്രംപ് സമ്മതിച്ചത്. കാരണം ആ ബുദ്ധി കൂർമ്മയുള്ള നരേന്ദ്രമോദി നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു, ഈ യുദ്ധം നീണ്ടുപോകും. കാരണം ഇത് അനാവശ്യമായിട്ടൊരു യുദ്ധമാണ്. ഇതിൻ്റെ ഗതികൾ ഇപ്പോൾ ഇവരൊക്കെ താങ്ങാൻ പറ്റില്ല, ഇറാൻ്റെ പ്രഹരശേഷി എന്നുള്ളത് നേരത്തെ കണ്ട് മനസ്സിലാക്കി ഇയാൾ എണ്ണയ്ക്കുള്ള ഏർപ്പാടെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇത് നടക്കും ഉറപ്പാണെന്ന് കണ്ടപ്പോഴാണ്
ഇദ്ദേഹം എന്നാൽ നിങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് സമ്മതിക്കുക. ഒരു പരാജയമായിരുന്നു അത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നാണക്കേടുമോ ചമ്മലുമായി പോയി. അങ്ങനെ സംഭവിച്ചതാണ് ആ സംഭവം. അതാണ് ഇതിൻ്റെ വസ്തുത. കാരണം ഈ വാർത്തകൾ ഞാനിത് നിരീക്ഷകൻ അല്ലെങ്കിലും വാർത്തകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്ത്യയുടെ തീരുമാനമെടുത്ത് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ട്രംപിന്റെ സമ്മതം. ഇയാളുടെ ഔദാര്യം വേണ്ട നമുക്ക്. ഇപ്പൊ ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധവും മറ്റേ താരിഫ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നമ്മൾ പൂർണ്ണമായും നിർത്തിയിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് പരമാവധി സമ്മർദ്ദം ചെലുത്തിയപ്പോഴും ഒരു പരിമിതമായ അളവിലെങ്കിലും നമ്മൾ കൃത്യമായി അവിടുന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. പൂർണ്ണമായും നിർത്തുന്ന ഒരു സാഹചര്യമില്ല. പക്ഷെ ഇപ്പോ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ട്രംപ് ഇറങ്ങി പുറപ്പെട്ട സർവ്വനാശം ഉണ്ടാക്കി വെച്ചത് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷിതത്വം അല്ലെങ്കിൽ ആ ഒരു സ്വയം പര്യാപ്ത ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതൊന്നുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകും, പിന്നെ ഇന്ത്യക്ക് എന്താണ് മാർഗം? അപ്പോൾ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നേ പറ്റൂ. അത് ട്രംപിനും സമ്മതിക്കേണ്ടി വന്നു. ട്രംപിന് കീഴടങ്ങേണ്ടി വന്നു എന്നാണ്. റഷ്യയിൽ നിന്ന് വാങ്ങിച്ചാൽ ഞങ്ങൾ 200% എന്നൊക്കെ വമ്പ് പറഞ്ഞ ട്രംപിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. അപ്പോൾ ഇയാൾ ഇതൊന്നും കാണാതെയാണ് യുദ്ധത്തിനൊക്കെ ഗൗരവപരമായ ഒരു കാര്യത്തിനൊക്കെ പുറപ്പെടുന്നതെന്നുള്ളതാണ്. അങ്ങനെയാണ് ഇദ്ദേഹം സമ്മതിച്ചത്. ആട്ടിക്കൊണ്ടു ട്രംപിന്. സത്യം പറയും ഏറ്റവും വലിയ ഈ യുദ്ധത്തിൽ പരിക്കേറ്റ ആൾ ട്രംപാണ്. മരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ആടിയാണ് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞ വാക്ക് സ്വയം വിഴുങ്ങേണ്ടി വന്ന ഒരവസ്ഥ. എന്നിട്ടോ ചൈനയ്ക്ക് പോയ പെട്രോളാണ്. വേറൊരു ജിയോ പൊളിറ്റിക്സും കൂടെ ഉണ്ട്. ചൈനയ്ക്ക് പോയ ബ്രെൻഡ് ക്രൂഡ് ഓയിലാണ് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത്. സാധാരണഗതി ചൈന ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നല്ലോ എന്താ പ്രതിഷേധം. ഇവിടെ ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല, അതിനൊരു ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യക്ക് കൊടുത്തോളൂ. എന്താ കാര്യം? നമ്മളെല്ലാം ബ്രിക്സിലെ പങ്കാളികളാണ്. ഇവിടെ ഈ യുദ്ധത്തിന് അറുതി വരുത്താവുന്നത് ഒരേ ഒരു കാര്യം, ഒരേ ഒരു സംഘടന, ഈ 2 രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു സംഘടന ഐക്യരാഷ്ട്രസഭയുണ്ട്. ഓഫ് കോഴ്സ്. അതുകൂടാതുള്ളത് ബ്രിക്സ് ആണ്. അത് കൂടാണ്ട് ഇന്ത്യയും റഷ്യയും ചൈനയായിട്ട് RIC കൂട്ടായ്മ എന്ന് വേറൊന്നും ഉണ്ട്. അത് കൂടാതുള്ളത് വേറൊന്നും ഉണ്ട്. അപ്പോൾ ആ വേദി ട്രംപോ ഇസ്രായേലോ അല്ല ഇവിടുത്തെ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. യുദ്ധമല്ല ഇതിന് പരിഹാരം ഉണ്ടാക്കാം. വാർ ഈസ് നോ സൊല്യൂഷൻ എന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ചർച്ചകൾ നടത്തും. സാധാരണഗതി ഏത് ചർച്ചയ്ക്കുമുള്ള ആദ്യത്തെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് സീസ് ഫയർ, ഇമ്മീഡിയറ്റ് സീസ് ഫയർ. ഉടനെ യുദ്ധം നിർത്തുക. ചർച്ചകൾ ഉടനെ തീരുമാനത്തെത്തല്ല. അത് ഒരുപാട് സമയമെടുത്തോട്ടെ. പക്ഷേ സീസ് ഫയർ, ഡോണ്ട് എസ്കലേറ്റ് ദ വാർ, ഇതൊക്കെയാണ് ഡിപ്ലോമാറ്റിക് ഭാഷയിൽ പറയുന്നത്. യുദ്ധം ഇങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് പടരാനിടയാവരുത്. ഇതോടൊപ്പം തന്നെയാണ് ഫിനിഷ് പ്രസിഡന്റ്, അതുപോലെ തന്നെ UAE-യിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ഫസ്റ്റ് അംബാസഡർ, ഇവരെല്ലാം തന്നെ പറയുന്നത് ഇന്ത്യ ക്യാൻ സ്റ്റോപ്പ് ദിസ് വാർ. ഇഫ് മോഡി ടേക്സ് ദ ഫോൺ ഇമ്മീഡിയറ്റ്ലി ദർ വിൽ ബി എ സീസ് ഫയർ. മോഡി ഫോണൊന്നും എടുത്താൽ യുദ്ധം അവസാനിക്കുന്നേ ഉള്ളൂ. കാരണം എല്ലാ രാജ്യങ്ങളുമായിട്ട് എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു നേതാവാണ്. നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഉള്ളൂ വിശ്വാസമില്ലാത്ത, ബാക്കി എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു നേതാവാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദി. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇന്ത്യക്ക് വലിയൊരു അഭിമാനകരമായിട്ട് ഒന്നാണ് ഇത്. യാഥാർത്ഥ്യമല്ലേ? റഷ്യയുടെ എണ്ണ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം ഇന്ത്യ പറഞ്ഞാൽ കേൾക്കും. UAE-യുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പുറപ്പെട്ടു. കോടീശ്വരനായ അവിടുത്തെ സുൽത്താൻ ഇന്ത്യയിലേക്ക് പുറപ്പെടുകയാണ് എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ വാചാലതയൊന്നുമില്ലെങ്കിലും ഇന്ത്യക്ക് വലിയ ഇന്ത്യയുടെ മൗനം തന്നെ വലിയൊരു അംഗീകാരമാണ് ഈ രാജ്യങ്ങൾക്ക്. ചിലതൊക്കെ മിണ്ടാതിരിക്കുന്നത് ഒരു വലിയ മൗനം, വാചാലമെന്ന് പറയുന്നത് വലിയൊരു ഭാഷയാണത്. ആ ഭാഷയും കൂടി മോദി ഉപയോഗിച്ചിരിക്കുന്നു. മതനേതാവിനെ കൊന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു റിയാക്ഷൻ വളരെ മന്ദഗതിയിലായിരുന്നു. കാരണം എന്താ? തിയോക്രാറ്റിക് സ്റ്റേറ്റാണ്, അത് ശാശ്വതമല്ല എന്നുള്ളതാണ് ഇറാനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന് നേരെ, ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തി 500 നേരെ കൊന്നപ്പോൾ ഇമ്മീഡിയറ്റ് ആൻഡ് എക്സ്പ്ലോസീവ് ആയിരുന്നു റിയാക്ഷൻ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് സിവിലിയൻസിനെ കൊന്നു എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പ്രവർത്തനക്ഷമമാണ് UAE-യിൽ ഇറാൻ സിവിലിയൻസിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾ എന്ന് ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. മൗനമൊന്നുമല്ല, ഇപ്പോൾ രജിസ്റ്ററിൽ എഴുതി ഒപ്പിടുകയല്ല, അങ്ങനെ പറഞ്ഞു. അങ്ങനെ നയതന്ത്രം അതിൻ്റെ എല്ലാ തന്ത്രത്തോടുകൂടി ഉപയോഗിക്കുന്ന ഒരാൾ നരേന്ദ്രമോദി. അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കും. കാരണം എന്താ? യുദ്ധം നീണ്ടുപോകുന്നത് ഇന്ത്യയുടെ താല്പര്യത്തിന് ഗുണകരമാവില്ല എന്നുള്ളത് നന്നായിട്ട് ഇതെല്ലാം സ്റ്റഡി ചെയ്ത് അതിന് പരിഹാരവും കാണുന്ന ആളാണ്. ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് നന്നായിട്ട് വിവരമുള്ള ഒരാളും കൂടിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ഇപ്പോൾ റഷ്യയിലെ നിന്ന് എണ്ണ ഇന്ത്യയിലേക്ക് വരുന്നത് ഭാവിക്ക് വേണ്ടി, ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ആവശ്യമല്ല, ഒരു എമർജൻസി ഉണ്ടായിട്ടല്ല, കരുതലാണത്. കരുതൽ ശേഖരം ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഇതുപോലെ തന്നെ LPG സിലിണ്ടറുകളും ഇന്ത്യയിലേക്ക് വരും.
24 കപ്പലുകൾ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ ഹോർമൂസ് തുറമുഖത്ത്. ഉം. 24 എണ്ണവും ഇന്ത്യയിലേക്ക് ജാഥയായി വരും. നോക്കിക്കൂ, ഈ മാസം തന്നെ അത് സംഭവിക്കും, മാർച്ചിൽ തന്നെ. അത്ഭുതങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP അട്ടിമറികൾ നടത്തുന്നു, കേരളത്തിൽ തന്നെ നടത്തുന്നു, നമ്മൾ കാണുന്നുണ്ടല്ലോ. പാർട്ടിയിലേക്ക് എത്ര പേരാ വരുന്നത്. അതുപോലെയുള്ള അട്ടിമറികൾ തീർച്ചയായിട്ടും ഉടനടി ഉണ്ടാവും. മുൻകൂട്ടിയൊന്നും പറയില്ല നരേന്ദ്രമോദി. കപ്പലിൻ്റെ കാര്യം ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? ഷിപ്പിംഗ് മന്ത്രി പറഞ്ഞോ? എണ്ണ അവനുണ്ടല്ലോ, പെട്രോളിയം മന്ത്രി പറഞ്ഞോ? ആരും പറഞ്ഞില്ല. സംഭവിക്കുമ്പോൾ ഇതൊരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് നമ്മൾ അറിയുന്നത്. ആ കപ്പൽ ഇന്ത്യക്ക് വരികയാണ്. സ്വാഗതം. ഈ കപ്പൽ മാത്രമല്ല കേട്ടോ, ഇതിന് പിന്നാലെ ഒരു 7 കപ്പലും കൂടി വരികയാണ്. 7 കപ്പലും കൂടി വരുമ്പോൾ 21 ലക്ഷത്തോളം ബ്രന്റ് ക്രൂഡ് ഓയിലാണ് മംഗലാപുരം തീരത്ത് അവിടെ ഇറക്കേണ്ടി വരിക. ഒരു മാസത്തിനകം സപ്ലൈ ചെയിൻ ഓക്കെ ആവും. അത് കേരളത്തിലെ മുഴുവൻ നമ്മുടെ റിഫൈനറികളിലും അത് കിട്ടും, തമിഴ്നാട്ടിലും കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരുപക്ഷെ കർണാടകത്തിലെ റിഫൈനറികൾക്കും അത് കിട്ടും, ശുദ്ധീകരിക്കും. അത് നമ്മുടെ പെട്രോൾ ബങ്കുകളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ മുൻകൂട്ടി തന്നെ യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നരേന്ദ്രമോദിക്ക്, നമ്മുടെ രക്ഷകന് ഒരു ബിഗ് സല്യൂട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.